രാവിലെ എല്ലാവർക്കും നമസ്കാരം. ഇനി ഞാൻ വിചാരിച്ചു ഒരു കല്ലപ്പം ഉണ്ടാക്കാം. അത് കല്ലപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ അതിൻ്റെ മാവ് അതെങ്കിയിരിക്കുന്നു. ഇന്നലെ രാത്രിയിൽ നമ്മൾ അരി ഇന്നലെ ഉച്ചയ്ക്ക് അരിയിട്ടു. ഒരു സന്ധ്യ 6 മണിയൊക്കെ ആയപ്പം നമ്മൾ അരയ്ക്കാൻ എടുത്തു. എന്നിട്ട് അതിന് വേണ്ടിയ സാധനമെന്ന് വെച്ചാൽ ഒരു മുറി തേങ്ങ, ഒരു ശകലം കുറച്ച് ജീരകം, പിന്നെ ഇത്രയും ഈ അരിയും കൂടെ നല്ല പേസ്റ്റ് പോലെ അരച്ച് നമ്മൾ എടുക്കുക. അതിനകത്ത് തന്നെ നമ്മൾ എന്നിട്ട് ലാസ്റ്റ് ഒരു ശകലം കുറച്ച് പഞ്ചസാര, കുറച്ച് ഉപ്പ്, പിന്നെ ഇതെല്ലാം കൂടെ നമ്മൾ ഒന്നുകൂടെ അരച്ച് ഈ ചോറിന് പകരം നല്ലതാണ് വെള്ള അവലാണ് അത്, അല്ലെങ്കിൽ ചുമല അവലാണ് അത്. ചോറിനെക്കാട്ടി നല്ലതാണ്. അതും കൂടി ഇട്ട് അരച്ച് നമ്മളിതിനകത്തോട്ട് ഒഴിച്ച് കലക്കി വെക്കണം. രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല പൊളിച്ച് നല്ല പൊങ്ങിയിരിക്കും. എന്നിട്ട് അത് നമുക്ക് രാവിലെ ഇത് അപ്പച്ചട്ടിയിൽ ഒഴിക്കരുത്, ദോശക്കല്ലിലാണ് ഒഴിച്ചിട്ടുണ്ടാകുന്നത്. അപ്പോൾ അതിന് കൂട്ടാനായിട്ട് നമുക്ക് നല്ല തേങ്ങ ഉണ്ട്. ഞാനൊരു തേങ്ങ എടുത്തു. അത് പിന്നെ ഉള്ളി, ഒരു സ്പൂൺ, കുറച്ച് മുളക് പൊടി, ശകലം ഉപ്പ്, ഇത്രയും സാധനം മതി. അത് നമ്മൾ നല്ലോണം ചമ്മന്തിക്ക് ചാന്ത് പോലെ ആയിരിക്കില്ല, അല്ല അത് ഒന്ന് ചതച്ചെടുത്തിട്ട് നമ്മളത് അടുപ്പിൽ വെച്ച് പിന്നെ കടുവും മുളകും കരിയാപ്പിലയും കൂടി ഇട്ട് പൊട്ടിച്ചിട്ട് അതിനകത്തോട്ട് ഈ തേങ്ങ ഇട്ട് ഇളക്കി നല്ലോണം ഒന്ന് ചൂടാക്കി മുരുമുരാകുമ്പോഴത്തേക്ക് നമുക്കിനി വാങ്ങണം. വാങ്ങിക്കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ ഇതിന് ചമ്മന്തിക്ക് അതിന് കൂട്ടാനുള്ളത്. അപ്പം ഇന്ന് രാവിലെ ഇവിടെ ഇത് രണ്ടും കൂട്ടാൻ. അപ്പം ഇനി അപ്പം ഉണ്ടാക്കി ചമ്മന്തി അരയ്ക്കണം. അപ്പം ഞാൻ നിങ്ങളെ അത് കാണിക്കാം. ഇപ്പം ഞാൻ അന്നേരം ആ സമയം കൊണ്ട് എല്ലാം ആ തേങ്ങ കൊണ്ടിയൊന്ന് ചതച്ച് എടുത്തു. ഇനി ഞാൻ ഒരു പാനെടുത്ത് ഈ ഇതിനകത്തോട്ട് വെച്ചു. അപ്പോൾ അത് വെച്ചിട്ട് പക്ഷെ കാണുന്നില്ല. ഞാൻ ഇപ്പുറത്തെ ഇതിലോട്ട് ഒന്ന് കത്തിച്ചു, ഒരു പാനെടുത്ത് ഒന്ന് കത്തിച്ച് വെക്കും. ഞാൻ ഗ്യാസ് ഒന്ന് കത്തിച്ചു. ഇനി നമുക്ക് ഈ അടുത്ത് ആ പാനൊന്ന് വെക്കാം. ഞാൻ പാത്രം ഒന്നെടുത്ത് വെച്ചു. അതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കും. ചമ്മന്തി ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി പാത്രം ചൂടാകട്ടെ. നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി കടുകിടാം. അപ്പം ഞാൻ ഇതിനകത്ത് വറ്റൽമുളകും ഇടാൻ കരിയാപ്പില ഇടാം. ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വന്നുകൊണ്ട് വറ്റൽമുളക് ഇടുന്നു, പിന്നെ കരിയാപ്പില കൂടെ എടുക്കുന്നത് അതിനകത്തുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കടുവ് മാത്രം ഇട്ട് പൊട്ടിക്കുന്നു. പിന്നെ നമുക്ക് ആ തേങ്ങ അതിനകത്തോട്ട് ഇടും. എന്നിട്ട് നമുക്ക് ഇതിട്ടൊന്ന് ഇളകാം. ഇങ്ങനെ ഒന്ന് ചൂടായാലും മതി. ചമ്മന്തി വറുത്തെടുത്ത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ചൂടായാൽ നമുക്ക് ഉപ്പുണ്ടെന്ന് നോക്കാം. ഉപ്പൊക്കെ നമുക്കിനി ഇത് ഇത്രയും മാത്രം മതി. അപ്പം നമുക്കിത് ഇപ്പോഴത്തെ അടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു ദോശക്കല്ല് വെക്കും. നമുക്ക് അപ്പം ഉണ്ടാക്കണമല്ലോ. ദോശക്കല്ല് വെച്ചിട്ട് ഞാൻ ഇതുപോലൊരു ഉള്ളി കണ്ടിച്ച് വെച്ചിട്ട് അതേ എണ്ണ വിട്ട ഇതേക്ക് തൂക്കുന്നു. അപ്പം നമുക്ക് നല്ലതായിട്ട് ഉണ്ടായിരുന്നു.
ഇതൊന്ന് ചൂടാക്കട്ടെ. ഞാൻ മാവിനെ അരച്ച് നല്ല പൊങ്ങിയിരിക്കും. മാവ് നോക്കെ അവരെണ്ണം കൂടിയുണ്ടോ നിങ്ങൾ അപ്പോൾ ഇത് അധികം പരത്തരുത്, ഇങ്ങനെ ഒന്ന് കാണിക്കുകയോ ചെയ്യും. അധികം പരത്തിക്കഴിഞ്ഞാൽ ഒരു ഇതാക്കും. അപ്പോൾ ഒന്ന് ഒരു പാത്രമിട്ട് നമുക്കൊന്ന് ഇതൊന്ന് അടച്ചു വെക്കും. ഞാൻ ഇതുപോലെ ഒരു പാത്രം ഇട്ടൊന്ന് അടച്ചു വെക്കും. അപ്പം നമുക്ക് അപ്പം ഒന്ന് നോക്കാം. ഞാനൊരെണ്ണം നേരത്തെ എടുത്തായിരുന്നു. അങ്ങനെ നല്ല സ്മൂത്തായിട്ട് നല്ല സ്പോഞ്ച് പോയിരിക്കുന്ന അപ്പം നിങ്ങളെല്ലാവരും ഇനിയും ബാക്കിയല്ല എനിക്ക് ചൂടാണ്. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കും. അതിൻ്റെ കൂടെ ഇങ്ങനെ ഇച്ചിരി തന്നു. അപ്പം നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യും. നല്ല അടിപൊളി അപ്പം ചമ്മന്തിയായി